നമുക്കറിയാം, കേരളത്തിലും തമിഴ്നാട്ടിലും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ അതീവ ആർഭാടത്തോടെ കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് തൈപ്പൂയം. ഇത് വൈറ്റിലമ്പലത്തിലെ ചില ദൃശ്യങ്ങളാണ്. വൈറ്റില ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ശൂലം തിറക്കൽ വഴിപാടിൻ്റെ ദൃശ്യങ്ങളാണ്. കാവടിയാട്ടവും ശൂലം തിറക്കലുമാണ് പ്രധാന വഴിപാടുകൾ അന്നേ ദിവസം. കാവടിയാട്ടം വളരെ മനോഹരമായി നമ്മൾ കണ്ടുപോകുന്ന ഒരു ആചാരമാണ്. പക്ഷേ ശൂലം തിറക്കൽ നമുക്ക് കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ആചാരമാണെന്ന് തോന്നുന്നു, അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുഞ്ഞിലെ ഈ ഒരു ശൂലം ഊരുന്നത് കാണാൻ വേണ്ടി ഏറ്റവും ആദ്യം പോയി സ്ഥാനം പിടിച്ച് നിന്നിട്ടുള്ളതൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്തായിരിക്കും ഈ ശൂലം തിറക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്ന്. അപ്പോഴാണ് നമ്മുടെ ശ്രീ പാർവതി ദേവി മുരുകദേവന് താരകാസുരനെ വധിക്കുന്നതിന് വേണ്ടി വേൽ സമ്മാനിച്ച ദിവസമാണ് ഇതെന്ന് പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല, താരകാസുരനെ നിഗ്രഹിച്ചതിന് ശേഷം ആ ഒരു വിജയം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തൈപ്പൂയം ആഘോഷിക്കാറുണ്ട്. ഇതുകൂടാതെ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിവാഹ സുദിനമാണെന്ന് വിശ്വാസവും പരക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തു തന്നെയായാലും നമ്മുടെ നാവിലൂടെയും നെഞ്ചിൻ്റെ മാംസത്തിലൂടെയും ശൂലം തിറയ്ക്കുമ്പോൾ നമ്മുടെ ഭക്തിയും ശുദ്ധീകരണമാണ് ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് നമ്മുടെ ജിഹ്വ, നമ്മുടെ നാവാണ് പല പ്രശ്നങ്ങൾക്കും കാരണം, അല്ലേ? ആ നാവിനെയും മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുക എന്നുള്ള വിശ്വാസമായിരിക്കാം ഈ ശൂലം തിറക്കലിന് പിന്നിൽ. അപ്പം നമ്മുടെ ദുർഭാഷകളിൽ നിന്നുള്ള രക്ഷ, അതുപോലെ അനാവശ്യമായ വാക്കുകൾ സംസാരിക്കാതിരിക്കാനുള്ള അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ശുദ്ധീകരണം, ഇതൊക്കെയായിട്ട് ഈ ഒരു വഴിപാടിനെ കാണുന്നവരുണ്ട്. മാത്രമല്ല, നമ്മുടെ ശാരീരിക വേദന ആത്മസമർപ്പണത്തിന് മുന്നിൽ ഒന്നുമല്ലെന്ന് കാണിച്ചു തരുന്ന രീതിയിലാണ് ഈ വഴിപാട് നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും ആത്മസമർപ്പണത്തോടെ ഈ വഴിപാട് കഴിച്ച എല്ലാവർക്കും ഉദ്ദിഷ്ടകാര്യ സിദ്ധി ഉണ്ടാവട്ടെ, എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ, വിശ്വാസം അതല്ലേ എല്ലാം.